അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ചൊല്ലി അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. കദാചിൽ ഭൃഗുപുത്രോധാ ച്യവനാഖ്യോ മഹാതപാ ജഗാമ നർമ്മദാം സ്നാതും തീർത്ഥം വൈ വ്യാഹൃതീശ്വരം. രേവാം മഹാനദീം ദൃഷ്ട്വാ തതസ്തസ്യാമവാതരൽ ഉത്തരന്തം പ്രജഗ്രാഹ നാഗോ വിഷഭയങ്കര. ഗൃഹീതോ ഭയഭീതസ്തൂപാതാളേ മുനിസത്തമ സസ്മാര മനസാ വിഷ്ണും ദേവദേവം ജനാർദ്ദനം. സംസ്മൃതേ പുണ്ഡരീകാക്ഷേ നിർവിശോഭൂന്മഹോരഗ ന പ്രാപച്യവനോ ദുഃഖം നീയമാനോ രസാതലം. ദ്വിജിഹ്വേന മുനിസ്ത്യക്തോ നിർവിണ്ണേനാതിശങ്കിന മാം ശപേത മുനിക്രുദ്ധസ്താപസോയം മഹാനിതി. ചചാര നാഗകന്യാഭി പൂജിതോ മുനിസത്തമ വിവേശാപ്യധനാഗാനാം ദാനവാനാം മഹത്പുരം. കദാചിൽ ഭൃഗുപുത്രം തം വിചരന്തം പുരോത്തമേ ദദർശ ദൈത്യരാജോസൗ പ്രഹ്ലാദോ ധർമ്മവത്സല. ദൃഷ്ട്വാ തം പൂജയാമാസാ മുനിം ദൈത്യപതിസ്തദാ പപ്രച്ഛ കാരണം കിം തേ
പാതാളാഗമനേ വദാം. പ്രേഷിതോസി കിമിന്ദ്രേണ സത്യം ബ്രൂഹി ദ്വിജോത്തമ. ദൈത്യവിദ്വേഷയുക്തേന മമ രാജ്യദിദൃക്ഷയാ. ച്യവന ഉവാച കിം മേ മഘവതാ രാജൻ യദഹം പ്രേഷിത പുനാ. ദൂതകാര്യം പ്രകുർവാണ പ്രാപ്തവാൻ നഗരേ തവ. വിദ്ധി മാം ഭൃഗുപുത്രം തം സ്വനേത്രം ധർമ്മതത്പരം. മാ ശങ്കാം കുരു ദൈത്യേന്ദ്ര വാസവ പ്രേഷിതസ്യ വൈ. സ്നാനാർത്ഥം നർമ്മദാം പ്രാപ്ത പുണ്യതീർത്ഥേ നൃപോത്തമ. നദ്യാമേവാവതീർണോഹം ഗൃഹീതശ്ച മഹാഹിന. ജാതോസൗ നിർവിഷസർപ്പോ വിഷ്ണോ സംസ്മരണാദിവ. മുക്തോഹം തേന നാഗേന പ്രഭാവാൽ സ്മരണസ്യ വൈ. അത്രാഗതേന രാജേന്ദ്ര മയാപ്തം തവ ദർശനം. വിഷ്ണുഭക്തോസി ദൈത്യേന്ദ്ര തദ്ഭക്തം മാം വിചിന്തയാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാകാള്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ ഇവിടെ 12-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ അതോന്നതാവൃത്തത്തിൽ ഭഗവത്പാദങ്ങളിൽ ഭാഷാഗാനമായി സമർപ്പിക്കുന്നു. ആ ഭാഗം ഇപ്പോൾ പാരായണം ചെയ്യാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരിക്കൽ ച്യവനമുനി നർമ്മദ നദീ തീരത്തെ ഓങ്കാരകുണ്ഡത്തിലേക്കു യാത്രയുമായി. മഹാനദി രേവതിയിൽ സ്നാനം ചെയ്തു കയറവേ മഹാസർപ്പം അദ്ദേഹത്തെ പിടികൂടിനാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹാസർപ്പം പാതാളത്തിലേക്കു കൊണ്ടുപോയിടവേ മഹാമുനി വിഷ്ണുവിനെ മനസ്സിലോർത്തു. ഭഗവാനെ സ്മരിച്ചപ്പോൾ സർപ്പമോ വിഷമില്ലാതായി. അതിനാൽ ച്യവനനു ദുഃഖമുണ്ടായില്ല. മഹാതാപസനാം മുനി ശപിച്ചാലോ എന്നതോർത്തു മഹാസർപ്പം മുനിയെയും വെറുതെ വിട്ടു. നാഗകന്യകമാർത്തൻ പൂജകളെയും സ്വീകരിച്ചു. ദാനവരാം നാഗങ്ങൾ തൻ പുരിയിലെത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഒരു ദിനം ഭൃഗുപുത്രൻ ച്യവനനെ ദൈത്യരാജൻ ധർമാത്മാവാം പ്രഹ്ലാദനും കാണാനിടയായി. ദൈത്യരാജൻ അദ്ദേഹത്തെ സ്വീകരിച്ചു, പൂജ ചെയ്തു. അങ്ങീവിടെ വരാനെന്തു കാരണം ചൊല്ലു. സത്യമോതു ദൈത്യാരിയാം നാഗേശനാം ദേവേന്ദ്രന്റെ നിർദ്ദേശത്താൽ ഇവിടേക്കു വന്നതാണല്ലേ.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യവനം പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തേക്കു ദൂതനായി വരാൻ മാത്രം അമരേശനും ഞാനുമായി എന്താണു ബന്ധം? ധർമാത്മാവാം ആത്മജ്ഞാനി ഭൃഗുവിന്റെ പുത്രൻ ഞാനും ദേവേന്ദ്രന്റെ നിർദ്ദേശത്താൽ വന്നതല്ല ഞാൻ. പുണ്യനദി നർമ്മദയിൽ സ്നാനം ചെയ്ത സമയത്തു ഒരു മഹാസർപ്പമെന്നെ പിടികൂടി ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആ സമയം വിഷ്ണുവിനെ സ്മരിച്ചു ഞാൻ ഭക്തിയോടെ. സർപ്പം വിഷമറ്റവനായി എന്നെയും വിട്ടു. അതിനാലെ അങ്ങയെയും കാണുവാനായി സാധിച്ചല്ലോ. അങ്ങയെപ്പോൾ ഞാനും സദാ വിഷ്ണു ഭക്തൻ താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 349 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭഗവാന്റെ അനൽപമായ കാരുണ്യം കൊണ്ട് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞങ്ങളും അതേപോലെ ഈ ദേവി ഉപാസനയും നാരായണീ ഉപാസനയും ഒക്കെ ഭംഗിയായി നടത്താൻ ഭഗവാൻ അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് ഈ വീഡിയോ അതിൻ്റെ ദീപാരാധന ഭാഗം സമർപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് കേൾക്കാം. മറ്റന്നാൾ മുതൽ ആരംഭിക്കുന്ന ഒരു ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തെക്കുറിച്ച്, അതോടനുബന്ധിച്ച് ഇന്നു മുതൽ നടക്കുന്ന ദശാവതാര ചന്ദനചാർത്തിനെ കുറിച്ച് ഒക്കെ അതിൽ നിങ്ങൾക്ക് കേൾക്കാം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അത് കദാചിൽ ഭൃഗുപുത്രോധാ ച്യവനാഖ്യോ മഹാതപ
ജഗാമ നർമ്മദാം സ്നാതും തീർത്ഥം വൈ വ്യാഹൃതീശ്വരം. ഒരിക്കൽ ഭൃഗുപുത്രനായ ച്യവനൻ, കഥാചിൽ ഭൃഗുപുത്രോധ ച്യവനാഖ്യോ മഹാതപ, ച്യവനൻ എന്നു പേരുള്ള മഹാതപസ്വി നർമ്മദാ നദിയിൽ കുളിക്കാനായിട്ട്, അതിലെ തീർത്ഥ സ്നാനം അല്ലെങ്കിൽ തീർത്ഥസ്ഥാനമാണ് ഓങ്കാരകുണ്ഡം. അപ്പോൾ ആ ഓങ്കാരകുണ്ഡത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. രേവാം മഹാനദിയും, മഹാനദിയായ ആ രേവതിയെ ദർശിച്ചപ്പോൾ അദ്ദേഹം അതിലിറങ്ങി സ്നാനം ചെയ്യണു. അങ്ങനെ ഉത്തരന്തം പ്രതഗ്രാഹ നാഗോ വിഷഭയങ്കര, അദ്ദേഹം കരയ്ക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായ അതിഭയങ്കരമായ വിഷമുള്ള ഒരു നാഗം, ഒരു സർപ്പം അദ്ദേഹത്തിനെ പിടികൂടി. ഗൃഹീതോ ഭയഭീതസ്തു പാതാളേ മുനിസത്തമ, പാതാളത്തിലേക്കാണ് അല്ലേ ഈ നാഗങ്ങളൊക്കെ താമസിക്കുന്നത്, പാതാളത്തിലാണ്. അവിടേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഭയഭീതസ്തു, വല്ലാതെ ഭയാക്രാന്തനായി മാറിയ അദ്ദേഹം പെട്ടെന്ന് സസ്മാര മനസാ വിഷ്ണു ദേവദേവം ജനാർദ്ദനം, ദേവദേവനായ ജനാർദ്ദനനായ ജനങ്ങളുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന കാരുണ്യമൂർത്തിയായ ആ വിഷ്ണുവിനെ ച്യവനൻ മനസാ സ്മരിച്ചു. സംസ്മൃതേ പുണ്ടരീകാക്ഷേ, ഭഗവാനെ സ്മരിച്ചപ്പോൾ, ആ താമരക്കണ്ണനെ സ്മരിച്ചപ്പോൾ നിർവിഷോഭൂൻ മഹോരഗ, ആ മഹാസർപ്പത്തിൻ്റെ വിഷം ഇല്ലാതെയായിപ്പോയി. എന്നിട്ടോ നപ്രാപച്യവനോ ദുഃഖം നീയമാനോ രസാതലം, അതുകൊണ്ട് രസാതലത്തിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് കൊണ്ടുപോയിട്ടും ച്യവനന് ദുഃഖമുണ്ടായില്ല. ഹരിസ്മൃതി സർവവിപത് വിമോക്ഷണം എന്നാണ്, ഭഗവാനെ സ്മരിച്ചാൽ. ഏതായാലും ദ്വിജിഹ്വേന മുനിസ്ത്യക്തോ, ദ്വിജിഹ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നാവ് ഉണ്ട് എന്നാണ് പറയുക പാമ്പിന്, അല്ലേ? അപ്പോ ആ സർപ്പരാജൻ മുനിസ്ത്യക്തോ നിർവിണ്ണേന ആദിശങ്കീന, എന്തുകൊണ്ടാണ്? എങ്ങാനും എന്നോട് ദേഷ്യപ്പെട്ടാലോ എന്നെ ശപിച്ചാലോ, മാം ശപേത മുനി ക്രുദ്ധസ്താപസോയം മഹാനിധി, ഈ താപസൻ മഹാനാണ്, ശ്രേഷ്ഠനാണ്, തന്നെ എങ്ങാനും ശപിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ വിടുകയും ചെയ്തു. വളരെ അലസനായി, നിർവിണ്ണേന അതിശങ്കിത. പിന്നെയോ ചചാര നാഗകന്യാഭി പൂജിതോ മുനിസത്തമ, അവിടെ നാഗലോകത്തെത്തിയെന്നപ്പോ നാഗകന്യകമാര് പൂജകളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. എന്നിട്ടോ അദ്ദേഹം വിവേശാപ്യാധനാഗാനാം ദാനവാനാം മഹത്പുരം, അങ്ങനെ നടക്കുമ്പോൾ ദാനവന്മാരായിരിക്കുന്ന ആ നാഗങ്ങളുടെ മഹാനഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഒരു ദിവസം കഥാചിൽ ഭൃഗുപുത്രം തം വിചരന്തം പുരോത്തമേ, മഹാനഗരത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭൃഗുനന്ദനൻ, ആ ച്യവനൻ ദദർശ ദൈത്യരാജോസൗ പ്രഹ്ലാദോ ധർമ്മവത്സല, അവിടെ ദൈത്യരാജാവായിരിക്കുന്ന പ്രഹ്ലാദനെ, എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ധർമ്മവത്സലനാണ്, ഭക്തോത്തമനാണ് പ്രഹ്ലാദൻ, അല്ലേ? ആ പ്രഹ്ലാദനെ അവിടെ വെച്ച് കാണാനിടയായി. ദൃഷ്ട്വാതം പൂജയാമാസ മുനിം ദൈത്യപതിസ്തദാ, മുനിയെ കണ്ടപ്പോ വളരെ ആദരവോടുകൂടി ആ മുനിയെ പ്രഹ്ലാദൻ ദൈത്യപതി പൂജിച്ചു, സൽക്കരിച്ചു. പപ്രച്ഛ കാരണം കിം തേ പാതാളാഗമനേ വരാ, എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പൊ ഈ പാതാളത്തിലേക്ക് വന്നത് ചോദിക്കുകയാണ്. ഈ പാതാളത്തിൽ വരാൻ എന്താണ് കാരണം? പ്രേഷിതോസി കിമിന്ദ്രേണ സത്യം ബ്രൂഹി ദ്വിജോത്തമ ദൈത്യ വിദ്വേഷയുക്തേന മമ രാജ്യദിദൃക്ഷയ, ഹേ ബ്രാഹ്മണ, ഹേ ദ്വിജോത്തമ, സത്യം പറയണം. ദൈത്യവിരോധിയാണ് ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രൻ എൻ്റെ രാജ്യം കണ്ട് വരാൻ വേണ്ടി അങ്ങയെ പറഞ്ഞേച്ചേക്കാണോ? അതല്ലേ സത്യം? നുണ പറയരുത്, സത്യം പറയൂ എന്ന് പറഞ്ഞപ്പോ ച്യവനൻ പറഞ്ഞു, കിമ്മേ മഖവതാരാജൻ യദഹം പ്രേഷിതപ്പുന ദൂതകാര്യം പ്രകുർവാണ പ്രാപ്തവാൻ നഗരേ തവ. രാജാവേ, അങ്ങ് പറഞ്ഞില്ലേ അങ്ങയുടെ രാജ്യത്തേക്ക് എന്നെ അയച്ചേക്കാണ് ദേവേന്ദ്രൻ എന്ന്. അങ്ങനെ അയച്ചിട്ട് ദൂതകാര്യം നിറവേറ്റാൻ ഈ ദേവേന്ദ്രനും ഞാനും തമ്മിൽ എന്ത് കാര്യമിരിക്കണു? അദ്ദേഹത്തിൻ്റെ ദൂതനായിട്ട് ഞാൻ വരേ?
വിദ്ധി മാം ഭൃഗുപുത്രം തം സ്വനേത്രം ധർമ്മതൽപരം. ധർമ്മതൽപരനായ ആത്മജ്ഞാനിയായ സ്വനേത്രം ധർമ്മതൽപരം ഭൃഗുവിൻ്റെ പുത്രനാണ് ഞാൻ എന്ന് അറിയൂ. മാം ശങ്കാം കുരു ദൈത്യേന്ദ്ര വാസവ പ്രേഷിതസ്യവൈ. ആ വാസവൻ ദേവേന്ദ്രൻ എന്നെ അയച്ചതാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം മാറ്റിക്കോളൂ. അങ്ങ് ഒരിക്കലും അങ്ങനെ സംശയിക്കുകയേ വേണ്ട. പിന്നെ എന്താ സംഭവിച്ചത്? സ്നാനാർത്ഥം നർമ്മദാം പ്രാപ്ത. സ്നാനത്തിനായി പുണ്യതീർത്ഥമായ രേവതി എന്നറിയപ്പെടുന്ന ആ നർമ്മദയിൽ ഞാൻ എത്തിയപ്പോൾ അവിടെ നദിയിലിറങ്ങി സ്നാനം ചെയ്തു. നദ്യാമേവാവതീർണോഹം ഗൃഹീതശ്ച മഹാഹിന. വലിയ അഹി, വലിയൊരു സർപ്പം എന്നെ പിടികൂടുകയാണ് ചെയ്തത്. ജാതോസൗ നിർവിഷസർപ്പോ വിഷ്ണു സംസ്മരണാദിവ. വിഷ്ണുവിനെ സ്മരിച്ചപ്പോൾ ഈ വിഷസർപ്പം വിഷമില്ലാത്തതായി മാറി. മുക്തോഹം തേന നാഗേന പ്രഭാവാൽ സ്മരണസ്യ വൈ. ഞാൻ ആ നാഗത്തിൽ നിന്ന് മുക്തനാവുകയും ചെയ്തു. എന്താ അതിന് കാരണം? പ്രഭാവാൽ സ്മരണസ്യ വൈ. ആ ഭഗവാനെ സ്മരിച്ചതിൻ്റെ പ്രഭാവം കൊണ്ട്, വിഷ്ണുസ്മരണയുടെ അനിതരസാധാരണമായ ശക്തി കൊണ്ട് ആ നാഗം, നാഗശായിയെ സ്മരിച്ചപ്പോൾ ആ നാഗം എന്നെ ഉപേക്ഷിച്ചു. അത്രാഗതേന രാജേന്ദ്ര മയാപ്തം തവ ദർശനം. ഹേ രാജേന്ദ്ര, അങ്ങനെ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് അങ്ങയെ, തവ ദർശനം, അങ്ങയെ കാണാനായിട്ട് സാധിച്ചു. വിഷ്ണു ഭക്തോസി ദൈത്യേന്ദ്ര തദ്ഭക്തം മാം വിചിന്തയ. അങ്ങ് വിഷ്ണുഭക്തനല്ലേ ഹേ അസുര രാജാവേ, അസുരന്മാരുടെ ഇന്ദ്രൻ അല്ലേ, ദൈത്യേന്ദ്രൻ. അങ്ങ് വിഷ്ണുഭക്തനാണല്ലോ, ഞാനും അതേപോലെ തദ്ഭക്തം മാം വിചിന്തയ, ഞാനും അതെ ആ വിഷ്ണുവിൻ്റെ ഭക്തനാണ് എന്ന് അങ്ങ് മനസ്സിലാക്കൂ, അറിയൂ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ആ ഭഗവത് പാദങ്ങളിൽ, അമ്മയുടെ പാദങ്ങളിൽ ഈ അക്ഷര പൂജയെ സമർപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദശാവതാരം ചന്ദനചാർത്തിൻ്റെയും അതേപോലെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെയും അറിയിപ്പ് ഉടനെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ ജഗദീശ്വരിയെ നമഃ. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ, അതായത് മെയ് മാസം 11-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തെക്കുറിച്ചും അതേപോലെ ദശാവതാര ചന്ദനം ചാർത്ത് മഹോത്സവത്തെക്കുറിച്ചും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറിശി കണ്ണാക്കുറിശി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആചാര്യനായി എത്താനുള്ള ഒരു ഭാഗ്യം പൊന്നുഗുരുവായൂരപ്പൻ കണ്ണാക്കുറിശി ശ്രീകൃഷ്ണസ്വാമി ഭാഗവത സ്വരൂപി അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഈ സപ്താഹത്തോടനുബന്ധിച്ച് ഇന്നു മുതൽ ദശാവതാര ചന്ദന ചാർത്ത് നടക്കുകയാണ്. ഓരോ ദിവസവും ഭഗവാന്റെ ഓരോ അവതാര മൂർത്തികളെ വിഗ്രഹത്തിൽ ചന്ദനം കൊണ്ട് അലങ്കരിച്ച് ആ ചന്ദനചർച്ചിതനാകുന്ന ഭഗവാനെ ഓരോ ദിവസവും ആ ഭാവത്തിൽ പൂജിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. ഈ ദശാവതാര ചന്ദന ചാർത്ത് നടത്തുന്നത് നരിക്കാട്ടിരി രാമപ്രസാദ് നമ്പൂതിരി എന്ന അനുഗ്രഹീത കലാകാരനാണ്. അതോടൊപ്പം തന്നെ ഈ അവതാരമൂർത്തികളെ ഓരോ ദിവസവും പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി സ്ഥാനം അലങ്കരിച്ച മുൻ മേൽശാന്തിമാരായിരിക്കുന്ന 10 പേരാണ് ഈ പൂജകൾ നിർവഹിക്കുന്നത് എന്നുള്ളതും നിങ്ങളെ അറിയിക്കട്ടെ. കാലത്ത് ഓരോ ദിവസവും 9 മണിക്കാണ് അതിവിശിഷ്ടമായിട്ടുള്ള ഈ പൂജ
നടക്കുക. ആദ്യ ദിവസമായ ഇന്ന് ശനിയാഴ്ച 9-ാം തീയതി കാലത്ത് 9 മണി മുതൽ മത്സ്യാവതാരമൂർത്തിക്ക് പൂജ നിർവഹിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഓദിക്കൻ കുടുംബാംഗവും പൊന്നുഗുരുവായൂരപ്പനെ പലവട്ടം മേൽശാന്തിയായി പൂജ കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ബ്രഹ്മശ്രീ പഴയത്ത് ആര്യൻ നമ്പൂതിരിയാണ്. നാളെ കൂർമാവതാരമൂർത്തിയെ പൂജിക്കുന്നത് പൊന്നുഗുരുവായൂരപ്പനെയും ശബരിമല ശ്രീധർമ്മശാസ്താവിനെയും പൂജിക്കാൻ അത്യപൂർവ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് കുത്തുള്ളി കൃഷ്ണൻ നമ്പൂതിരിയാണ് എന്നുള്ളതും വലിയ സന്തോഷം. 3-ാമത്തെ ദിവസം, അതായത് സപ്താഹം ആരംഭിക്കുന്ന മെയ് 11-ാം തീയതി തിങ്കളാഴ്ച, ഈ പൂജ വരാഹമൂർത്തിയെ പൂജിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഓദിക്കൻ കുടുംബാംഗവും അതേപോലെ തന്നെ വളരെ മികച്ച ഒരു ഗായകനും സംഗീത സംവിധായകനുമൊക്കെ ആയിട്ടുള്ള ബ്രഹ്മശ്രീ കക്കാട് ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരിയാണ് എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്നു. 4-ാമത്തെ ദിവസമായ ചൊവ്വാഴ്ച നരസിംഹമൂർത്തി ഭാവത്തിൽ ഭഗവാനെ പൂജിക്കുന്നത് ബ്രഹ്മശ്രീ തീയന്നൂർ പ്രമോദ് ശങ്കരനാരായണൻ നമ്പൂതിരിയാണ്. 5-ാമത്തെ ദിവസം വാമനമൂർത്തിയായിട്ട് ഭഗവാനെ പൂജിക്കുന്നത് പലവട്ടം ഗുരുവായൂരപ്പനെ പൂജിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ബ്രഹ്മശ്രീ പള്ളിശ്ശേരി ഹരീഷ് നമ്പൂതിരിയുമാണ്. ചന്ദനചാർത്തിന്റെ 6-ാമത്തെ ദിവസം പരശുരാമ ഭാവത്തിൽ ഭഗവാനെ പൂജിക്കുന്നത് തൊട്ടുമുമ്പ് പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിപദം അലങ്കരിച്ച ബ്രഹ്മശ്രീ മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരിയാണ്. അതോടൊപ്പം 7-ാമത്തെ ദിവസം ശ്രീരാമൻ ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുന്നത് ഭാഗവത ആചാര്യനും അധ്യാപകനുമായ ഗുരുവായൂരപ്പൻ്റെ മുൻമേൽശാന്തി ബ്രഹ്മശ്രീ കാപ്ര അച്യുതൻ നമ്പൂതിരിയാണ്. 8-ാമത്തെ ദിവസം ബലരാമമൂർത്തിയായിട്ട് ഭഗവാനെ ആരാധിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഓദിക്കൻ കുടുംബാംഗം ബ്രഹ്മശ്രീ ഒട്ടക്കുഴി ശ്രീനാഥ് നമ്പൂതിരിയാണ്. 9-ാമത്തെ ദിവസം പരിപൂർണാവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണാവതാരത്തെ പൂജ ചെയ്യാൻ ഈയുള്ളവനാണ് ഗുരുവായൂരപ്പൻ അവസരം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 10 അവതാരങ്ങളിൽ 10-ാമത്തെ അവതാരമായ കൽക്കി അവതാരം, ആ ഭാവത്തിൽ ഭഗവാനെ പൂജിക്കുന്നത് ബ്രഹ്മശ്രീ തെക്കിണിയടത്ത് കുത്തുള്ളി കേശവൻ നമ്പൂതിരിയുമാണ്. 11-ാമത്തെ ദിവസം, അതായത് മെയ് 19-ാം തീയതി ചൊവ്വാഴ്ച, ദശാവതാര ചന്ദനചാർത്തിന്റെ സമർപ്പണ ദിവസമാണ്. അന്ന് മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപഭാവത്തിൽ ശംഖചക്ര ഗദാപത്മധാരിയായി ആ ഭഗവത് സ്വരൂപത്തെ പൂജ കഴിക്കുന്നത് ക്ഷേത്രം തന്ത്രി തന്നെയായിട്ടുള്ള ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് എന്നും എല്ലാവരെയും സസന്തോഷം അറിയിക്കുന്നു. എല്ലാ ദിവസവും 9 മണിക്ക് ആരംഭിക്കുന്ന പൂജ, ആ പ്രസന്ന പൂജാ സമയത്ത് അഷ്ടപതിയോടുകൂടി സമർപ്പണം ചെയ്ത് 10 മണിക്ക് പൂജ സമർപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പൂജാ സന്ദർഭങ്ങളിൽ ഓരോ ദിവസവും അഷ്ടപതി ചൊല്ലി ആ ഭഗവത് പാദങ്ങളിൽ നാദവാദ്യ നിവേദ്യം നടത്തുന്നത് ഈ രംഗത്ത്, സോപാന സംഗീത രംഗത്തെ വളരെ ശ്രദ്ധേയരായ സർവശ്രീ അയ്യലൂർ അഖിൽ മാരാർ, മാങ്കുറിശി ദിനേശ് വാര്യർ, കാച്ചാങ്കുറിശി രാഹുൽ മാരാർ, കോട്ടക്കൽ സന്തോഷ് പിഷാരടി, അങ്ങാടിപ്പുറം രഞ്ജിത്ത് പിഷാരടി, അയിലൂർ ശ്രീനാഥ് മാരാർ, കവളപ്പാറ കൃഷ്ണപ്രവീൺ പൊതുവാൾ,
കരിക്കാട് മുരളി വാര്യർ, പല്ലശ്ശന ശ്രീരാജ് മാരാർ, അതേപോലെ ജിഷ്ണു മനോജ് പിഷാരടി, ശ്രീജു ചെർപ്പളശ്ശേരി എന്നിവരാണ്. അപ്പോൾ കഴിയുന്ന ആളുകളെ കഴിയുന്ന ദിവസങ്ങളിൽ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരാൻ സാദരം ക്ഷണിക്കുന്നു. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകൾക്ക് ഇതോടൊപ്പം കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ ലഭിക്കും എന്നും അറിയിക്കുന്നു. ഫോൺ നമ്പർ 8921716408. ഈ സപ്താഹയജ്ഞത്തിലേക്കും ദശാവതാര ചന്ദനചാർത്ത് മഹോത്സവത്തിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി ഭഗവത് നാമത്തിൽ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ,
കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.